ഹലോ. അങ്ങനെ ഞാനും ഉണ്ടാക്കിയ ഒരു മൂൺ ലാമ്പ്. കുറേ വീഡിയോസിലെ മൂൺ ലാമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാനൊരാഗ്രഹം. അപ്പം തന്നെ പോയി ഒരു ബലൂൺ അങ്ങ് വാങ്ങി. ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗം ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗം ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കുക. ഗമ്മ് ഒത്തിരി അങ്ങ് ഡയലൂട്ട് ചെയ്യല്, ഒരു ഒട്ടുന്ന പരുവത്തിലാക്കി എടുക്കുക. ഇപ്പം നമ്മളിത് ഡയലൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബലൂണിനെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് സെല്ലോ ടേപ്പാണ്. അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ലെയർ ആയിട്ട് എല്ലാ വീഡിയോസിലും കണ്ടതുകൂട്ട് ടിഷ്യൂ പേപ്പർ ആണ് എടുക്കുന്നത്. എല്ലാ വീഡിയോസിലും കണ്ടതുപോലെ അതേ കൂട്ടി തന്നെ ചെയ്ത് നോക്കുന്നില്ല. ഈ വീഡിയോയിൽ ഞാൻ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ വരിയെ പറയാം. ഇപ്പോഴേ ഞാൻ ടിഷ്യൂ പേപ്പർ എല്ലാം പിച്ചി പറിച്ചെടുക്കുകയാണ്. ഇപ്പോഴേ എല്ലാം നമ്മൾ പിച്ചി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഡയലൂട്ട് ചെയ്ത് ഗം എടുക്കുക. അത് ബലൂണിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിക്കുക. കാണുന്ന പോലല്ല, നല്ല ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളൊരു മാറ്റം വരുത്താൻ പോകുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് ഒട്ടിക്കാൻ പോകുന്നത് പേപ്പറാണ്. മറ്റുള്ള വീഡിയോസിലും സെക്കൻഡ് ലെയർ ആയിട്ട് ഒട്ടിക്കുന്നത് ടിഷ്യൂ പേപ്പർ തന്നെയാണ്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പേപ്പർ എടുക്കുമ്പോൾ വൈറ്റ് പേപ്പർ തന്നെ എടുക്കാവൂ. ഇപ്പം നമ്മൾ സെക്കൻഡ് ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയത്. നമ്മൾ ഡയലൂട്ട് ചെയ്ത് വെച്ച് ഗമ്മും പാത്രവും കൂടെ താഴെ വീണ് ടൈൽസിന് മൊത്തം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൂടെ തുടച്ചു കഴിഞ്ഞിട്ടാണ് തേർഡ് ലെയർ ഒട്ടിക്കാൻ വേണ്ടി ഇരുന്നത്. തേർഡ് ലെയർ നമ്മൾ ഒട്ടിച്ചത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദിവസം ഇതൊന്നും ഉണക്കാൻ വെക്കാം. കാണുന്ന പോലെയല്ല, ഭയങ്കര പാടാണ് ഇതൊക്കെ ഒട്ടിച്ചെടുക്കാൻ. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബലൂൺ ഒന്ന് കട്ട് ചെയ്യാം. ബലൂൺ കട്ട് ചെയ്തപ്പോൾ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ബലൂൺ കട്ട് ചെയ്യുമ്പോൾ എയർ മൊത്തം പോകുമെന്നാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ ബലൂണിൽ എയർ ഒന്നും പോയില്ല. അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അതിൻ്റെ ആ ഹോൾ അങ്ങ് വട്ടത്തിൽ കട്ട് ചെയ്തു. പിന്നെ ആ ബലൂൺ അതിനകത്തൊന്ന് ഇളക്കിയെടുക്കുമായിരുന്നു. കട്ട് ചെയ്യാനും കുറച്ച് പാടുണ്ട്, എന്നാലും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇപ്പം നമ്മൾ അതിനകത്തുള്ള ബലൂൺ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ, ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. ആഹാ, വിരുന്ന് കാണാൻ എന്താ ഭംഗി. ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഐസ്ക്രീം സ്റ്റിക്ക് എല്ലാം നമ്മൾ പറക്കിയെടുത്തോണ്ടിരിക്കുമായിരുന്നു. ഇനി നമ്മൾ ഓരോ ഐസ്ക്രീം സ്റ്റിക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ ഗൺ എടുക്കുക. ഒരു 3 എണ്ണം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. കുറച്ച് കട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ സ്റ്റാൻഡിൽ ഒട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ആ ഐസ്ക്രീം സ്റ്റിക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അതൊന്ന് നിർത്തിയെടുത്തു. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരെണ്ണം ഒട്ടിക്കുമ്പോൾ മറ്റേത് താഴോട്ട് പോവുക. നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ഫൈനലി നമ്മളത് എങ്ങനെയൊക്കെയോ ഒന്ന് ഒട്ടിച്ചെടുത്തു. പിന്നെ വീഡിയോസിൽ കാണുന്ന കൂട്ടത്തെ ലൈറ്റ് എൻ്റെ കയ്യിൽ പല കളറിലേ ഉള്ളായിരുന്നു. ഈ ഒരു കളറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഈ ഒരു ലാമ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ലാമ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
കൊടുത്തേക്കാം. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് കാണാം. വിചാരിച്ച പോലെ അല്ല, റിസൾട്ട് നല്ല അടിപൊളിയായിരുന്നു. ഇത്രയും നേരത്തെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷം. നമ്മുടെ ക്യാമറയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് വെള്ള കളറിൽ കാണാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായി. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാറണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.